ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രചനയും ആകാശം തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടക്കുകയാണ്. എൻ്റെ മകനെ പോലും എനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് രചന പറഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, മകൻ സേഫ് ആണല്ലോ, അത് കോടതി പറഞ്ഞുകൊണ്ട് അല്ലേ. മകൻ മകൻ എന്നിങ്ങനെ നീ വിളിച്ച് കൂവല്ലേ, അതൊരു രഹസ്യമല്ലേ. മകൻ എവിടെ എന്ന് ചോദിക്കില്ലേ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ. പോകരുത് എന്ന് അവസാനമായിട്ട് ഞാൻ പറയുകയാണ് രചന, നിന്നോടുള്ള സ്നേഹം അത് നീ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് നിനക്കറിയില്ലേ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്, നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. എന്നെ വേണ്ടെങ്കിൽ നിനക്ക് പോകാം എന്നൊക്കെ ആകാശസ്വരം ഇടറി ഇങ്ങനെ പറയുകയാണ്. എന്തായാലും രചന തിരുത്തി ചിന്തിക്കുന്നു. പോകാതെ രചന അകത്തേക്ക് കയറി പോവുകയാണ്. കണ്ണുകളൊക്കെ നിറഞ്ഞിങ്ങനെ ആകാശം നിൽക്കുകയായിരുന്നു രചനയ്ക്ക് മുമ്പിൽ. ഈ രചന അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്ക് ഒരു വഷളം ചിരിയോട് കൂടിയിട്ട്, സൂത്രശാലിയുടെ ഒരു ചിരിയോട് കൂടിയിട്ട്, വിഡി പമ്പര വിഡി, എന്നെ വിശ്വസിച്ച് പാവം കുട്ടി എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർത്ത് പുഞ്ചിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രഭുമാഷ് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ മഹേഷ് പുറത്തേക്ക് ഇറങ്ങാൻ പോകാനായിട്ട് തയ്യാറായി വരിക. അല്ല അച്ഛനിത് എവിടെ പോയിട്ട് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഞാനേ പുറത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാനായിട്ട് പോയതാ, ഇന്ന് ഇങ്ങ് ഞാൻ പിടിക്കാം എന്ന് മഹേഷ് പറഞ്ഞ് പിടിക്കാനായിട്ട് തുടങ്ങുക. വേണ്ട മഹേഷ്, അത്രയ്ക്ക് വെയിറ്റൊന്നും ഇല്ല, ഞാൻ പിടിച്ചോളാന്നേ എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു പൊതി കൂടി ഉണ്ടായിരുന്നു കയ്യിൽ, എന്നാൽ അതുകൂടി ഇങ്ങ് വന്നേരെ ഞാൻ കൊണ്ടുപോവാം. അത് വേണ്ട. അതെന്താ? ഒളിച്ചു വെച്ചിരിക്കുക കേട്ടോ മാഷ്. അതെന്താന്നേ എന്ന് മഹേഷ് വീണ്ടും ചോദിച്ചു. അച്ഛൻ്റെ മുഖം കണ്ടാൽ അറിയാലോ. എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ വേണ്ട. അത് പ്രിയാമണിക്കൊരു ഗിഫ്റ്റ്, ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് നാളെ. ഓഹോ ഗ്രേറ്റ്, കാര്യങ്ങളൊക്കെ അറിയണമല്ലോ, ഇങ്ങോട്ട് വന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഫ്ലാറ്റിന് ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്നവരിങ്ങനെ സംസാരിക്കുകയാണ്. എന്താണ് ഗിഫ്റ്റ് പറ. അത് ഒരു കൊലുസാ ഗിഫ്റ്റ്. ഓഹോ, അപ്പോൾ അഡ്വാൻസ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി. അതെ, അച്ഛൻ ഇത് പറയുമ്പോഴൊക്കെ വലിയ നാണമുണ്ടല്ലോ. അല്ല, അമ്മ അച്ഛന് എന്ത് ഗിഫ്റ്റ് വാങ്ങിച്ചു തരും? അവൾ എനിക്കൊന്നും വാങ്ങിച്ചു തരാറില്ല, പിന്നെ അവൾ തന്നെയല്ലേ എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. അപ്പോൾ മഹേഷ് പറഞ്ഞു, എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പുരുഷൻ ഭാര്യയോട് സ്നേഹമുള്ളത് കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു. അമ്മയ്ക്ക് അച്ഛൻ ഗിഫ്റ്റ് വാങ്ങിച്ചു, കൊലുസ് വാങ്ങിച്ചു. അമ്മ എപ്പോഴെങ്കിലും അച്ഛന് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? അച്ഛൻ പറയും ഭാര്യയാണ് ഗിഫ്റ്റെന്ന്, പക്ഷേ ഭാര്യ ഒരിക്കലും പറയില്ല ഭർത്താവാണ് ഗിഫ്റ്റെന്ന്. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് എന്തെങ്കിലും തരണ്ടേ, എന്നാലല്ലേ പരസ്പരം സ്നേഹമാവുള്ളൂ. അതും ശരിയാ. എന്നാൽ പിന്നെ ഇപ്രാവശ്യം നമുക്കൊന്ന് പരീക്ഷിക്കണോ. ഇത്തവണ അച്ഛൻ ആശംസകൾ പറയുമെന്നോർത്ത് 12 മണിക്ക് അമ്മ കാത്തിരിക്കും. അപ്പോൾ അമ്മ പറയണ്ടേ? അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ അമ്മ പറയണമല്ലോ. അതെ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ പ്രിയമണി പറയണം. എന്നാ നോക്കിക്കോ, അമ്മ ഒരിക്കലും പറയില്ല. സ്ത്രീകൾ അങ്ങനെയാ, എല്ലാം പുരുഷന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കും. മഹേഷ് പറഞ്ഞതൊന്ന് പരീക്ഷിക്കണോ? പക്ഷേ മഹേഷ് പരാജയപ്പെട്ടു പോകും. ഞാൻ ബെറ്റ് വയ്ക്കാൻ തയ്യാറാ എന്ന് മഹേഷ് കേട്ടോ. ആയിക്കോട്ടെ, എന്നാൽ നമുക്ക് നോക്കാം. ഇതേ സമയം നമ്മുടെ പ്രിയമണി അടുക്കളയിൽ ഓരോ ജോലി ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ പച്ചക്കറി മേടിക്കാൻ പോയ മാഷിത് എങ്ങോട്ട് പോയതാ? ഒരു കാര്യം സത്യമാണ്, മാഷ് ഓരോന്നിൻ്റെ വില ചോദിച്ച് കണക്ക് കൂട്ടിയിട്ടേ വാങ്ങുള്ളൂ. അങ്ങനെ വാങ്ങിയത് കൊണ്ടാണ് ഈ നില വരെ നമുക്ക് എത്താൻ പറ്റിയത്. പണ്ടത്തെ ശീലം. അങ്ങനെയൊക്കെ പുറപുറത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിന്ന് ജോലി ചെയ്യണ സമയത്താണ് സുചിത്ര അപ്പുറന്ന് വരുന്നത്. എന്തായാലും നമ്മുടെ സുചിത്ര വന്നതൊന്നും പ്രിയാമണി അറിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ നല്ലപോലെ ജീവിച്ചതിന് കാരണവും അദ്ദേഹത്തിൻ്റെ ഈ കരുതൽ തന്നെയാണ്. 2 പെൺമക്കളെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ചയച്ചു. അപ്പോൾ സുചിത്ര പറഞ്ഞു, ഒരെണ്ണം കൂടി നിറഞ്ഞ് നിപ്പുണ്ട്, അത് മറക്കരുത്. ഓഹോ, വന്നോ? ഒരു ചായ പോലും മര്യാദയ്ക്ക് ഇടാൻ അറിയാത്ത നിന്നെ കെട്ടിച്ചയച്ചിട്ട് എന്തിനാ? അപ്പം ഞാൻ എന്നെ ചായ ഇടാനോ കെട്ടിച്ചയക്കുന്നത്? ഇല്ല, നീ രാവിലെ എവിടെയായിരുന്നു? പ്രധാനമന്ത്രിയെ കാണാൻ പോയതായിരുന്നോ? അതേ, ഇളയച്ചൻ പറഞ്ഞത് ഒരു പെൺകൊച്ചിനെ അടുത്ത വീട്ടിലേക്ക് കെട്ടിച്ചയച്ചിട്ടുണ്ട്, ഒന്ന് പോയി അന്വേഷിച്ച് എവിടെയെന്ന് അന്വേഷിക്കാൻ പോയതായിരുന്നു. നീ അവിടെയായിരുന്നോ? ഇഷു ഹാപ്പിയല്ലേ? പിന്നില്ലേ, ഞാൻ പോയത് മണ്ടത്തരമായി പോയി. ചെന്ന് കണ്ട സീന്, ഹുയ്യോ എൻ്റെ പൊന്നിളയമേ, അവർക്ക് എന്താ സ്നേഹം എന്നറിയോ? 2 പേരും തമ്മിൽ പരസ്പരം കടിച്ചു തിന്നുന്ന സ്നേഹം. എൻ്റെ പ്രിയമണിയാണ് ഭയങ്കര സന്തോഷത്തോടെ ഇത് കേട്ടാൽ മതി. അതേ, ഞാൻ ചെന്നപ്പോൾ കേട്ട ഡയലോഗ് എന്താണെന്നറിയോ? ഉയിരേ ഉയിരിൻ്റെ ഉയിരേന്ന് മഹേഷേട്ടൻ ഇഷിതേച്ചിയോട് പറയാം. അയ്യോ എൻ്റെ പൊന്നെ. അല്ല സുജി, നിനക്ക് രാവിലെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിച്ചോളാനും പറഞ്ഞായിരുന്നു എന്ന് സുജി പറഞ്ഞപ്പോഴേക്കും, ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നോ? എന്നാ ഞാൻ എടുത്തു തരാം കേട്ടോ. മഹേഷ് ഇഷിതയോട് എന്തായിരുന്നു പറഞ്ഞേ? ഉയിരേ ഉയിരിൻ്റെ ഉയിരേന്ന്. അയ്യോ, എന്തൊരു സന്തോഷം നമ്മുടെ പ്രിയമണിക്ക്. എന്തായാലും നമ്മുടെ പ്രിയാമണിയുടെ ഈ സന്തോഷമൊക്കെ കണ്ടുകൊണ്ടാണ് ഇഷിത വന്നത്. ഇഷിത ചോദിച്ചു, പ്രിയാമണി ഇത് ഇങ്ങോട്ടാ? ജ്യൂസ് അടിച്ചു കൊടുക്കാൻ പോവാ ഞാൻ സുചിത്രയ്ക്ക്.
അതെ, ജ്യൂസൊക്കെ ഇവള് തന്നെ അടിച്ചു കുടിച്ചോളൂ. എൻ്റെ പൊന്നി ചേച്ചി, ഞാനൊരു പരുവത്തിലാണ് കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തിരിക്കുന്നത്. ചേച്ചിയായിട്ട് ഇടങ്കോലിടരുത്. എന്നിട്ട് നമ്മുടെ ഇഷിത അമ്മയെ പതുക്കെ വിളിച്ചോണ്ട് പോവാ. വന്നേ, ഇവിടെ ഇരുന്നേ, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്ന് ഇരിക്കുക. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത? എന്തോ പ്രഭുദേവ മാഷിൻ്റെ കൈയും കാലും കൊണ്ട് വല വീശി താലി അണിയിച്ചതിൻ്റെ സന്തോഷ നിമിഷം അല്ലേ? എന്താ പ്രോഗ്രാം? അപ്പം സുചിത്ര പറഞ്ഞു, രണ്ടുപേരും കൂടെ 12 മണിയാകാൻ കാത്തിരിക്കും, ശരിയല്ലേ? നമ്മുടെ പ്രിയാമണിക്കാണെങ്കിൽ ഭയങ്കര നാണം. ശകുന്തളയ്ക്ക് നാണം വന്നു. ഇളയമ്മ രാത്രിയിൽ ശംഖുപുഷ്പം കൊണ്ട് കണ്ണെഴുതും. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, ഏയ് അച്ഛൻ എന്തായാലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചോണ്ട് വരും, ഒരു സാധനം. എന്താ അമ്മ പറ? എന്താ വാങ്ങിച്ചോണ്ട് വരിക? അപ്പോഴേക്കും വീണ്ടും നാണം കേട്ടോ. ദേ ശകുന്തളയ്ക്ക് കൊണ്ടു. പറയമ്മേ, എന്താ വാങ്ങിച്ചോണ്ട് വരിക? അതെ, രാത്രി 12 മണിയാവാൻ രണ്ടുപേരും നോക്കി നിൽക്കും. 12 മണിയാകുമ്പോൾ വിഷ് ചെയ്യും. ആരാ വിഷ് ചെയ്യുന്നേ? ആദ്യ മാഷ്, പിന്നെ ഞാൻ. അത് കഴിഞ്ഞോ? പോന്നു വിഷു, ഒന്ന് പോ. അത് പിന്നെ മുല്ലപ്പൂ തരും, സ്വീറ്റ്സ്. അല്ല, ഇളയമ്മ എന്ത് കൊടുക്കും? ഞാൻ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാറില്ല, പക്ഷെ ഇത്തവണ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തവണത്തെ ആനിവേഴ്സറി ഹൈലൈറ്റ് ഗിഫ്റ്റാ. അല്ല, എന്താ ഗിഫ്റ്റ് പറ ഇളയമ്മേ. രണ്ടിന് വേറെ പണിയൊന്നും ഇല്ലേ, ചുമ്മാ മനുഷ്യന് നാണം കെടുത്താനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് പ്രിയാമണി അകത്തേക്ക് നാണിച്ച് കയറി പോവാണ്. എന്തായാലും ഈ പ്രിയാമണിയുടെ നാണമൊക്കെ കണ്ട് ഇഷിതയും സുചിത്രയും കൂടെ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ഇരിക്കുക. ഇതേ സമയം താഴെ ബെറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മഹേഷ് പരാജയപ്പെടുമെന്ന് മാഷ് പറയുന്നു, അച്ഛൻ പരാജയപ്പെടുമെന്ന് മഹേഷ് പറയുന്നു. ഇത്രയും നാൾ അച്ഛന് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നില്ല, അപ്പം പിന്നെ ഇന്നും വാങ്ങിച്ചു തരില്ല. പിന്നെ അച്ഛനൊരു തീരുമാനം എടുക്കണം. അച്ഛൻ ഇന്ന് ഗിഫ്റ്റും കൊടുക്കത്തില്ല, അച്ഛൻ ആദ്യം വിഷും ചെയ്യത്തില്ല. കേട്ടല്ലോ? ഓക്കെ, മഹേഷ് പറഞ്ഞതുപോലെ. എന്തായാലും രാത്രി 12 മണിയാകാനായിട്ട് രണ്ടുപേരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, നമ്മുടെ പ്രഭുദേവ മാഷും പ്രിയാമണിയും. പ്രിയാമണി ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. മാഷ് പറയട്ടെ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ആദ്യം പ്രിയാമണി വിഷയം അറിയാനായിട്ട് ഇത്തവണ നമ്മുടെ മാഷ് ഇങ്ങനെ കാത്തിരിക്കുക. പ്രിയാമണി വിഷയം അറിയണം. മഹേഷ് പറഞ്ഞത് സത്യമാണോ എന്ന് അറിയണ്ടേ? നമ്മുടെ പ്രിയാമണി ഇപ്പം 12 ആകും എന്നെ വിഷയും. അതോ ഇനി മറന്നതാണോ? മറന്നെങ്കിൽ അതിനർത്ഥം എന്നോട് സ്നേഹമില്ലാന്നാ. 12 ആയല്ലോ. എന്നാൽ ഇന്നത്തോടെ മാഷിൻ്റെ കഥ തീരും. എന്തായാലും 12 മണി അടിച്ചതോടുകൂടി മാഷ് ഒന്ന് പ്രിയാമണിയെ നോക്കുന്നുണ്ട്. 12 ആയി, മാഷ് എന്താ അനങ്ങാത്തത്? മാഷ് എന്തായാലും പതുക്കെ അനങ്ങി ഉറക്കം വരുന്നതൊക്കെ ആയിട്ട് കാണിച്ച് മാഷ് അകത്തേക്ക് കയറി പോവാണ്. പ്രിയാമണിക്കാണെങ്കിൽ സങ്കടം വന്നു. ഇതെന്താ മാഷ് പറയാത്തത്? എന്തായാലും മാഷ് ഗിഫ്റ്റ് എടുക്കാൻ പോയതായിരിക്കും, മാഷിന് അങ്ങനെ മറക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഓർത്ത് പ്രിയാമണി ഇങ്ങനെ ഇരിക്കണ സമയത്ത് മാഷ് ഗിഫ്റ്റുമായിട്ട് വരിക കേട്ടോ. ഇങ്ങ് അടുത്ത് വാ പ്രിയാമണി എന്നും പറഞ്ഞുകൊണ്ട് മുല്ലപ്പൂവും ഗിഫ്റ്റും വെച്ച് നീട്ടുകയാണ്. എന്നിട്ട് മുല്ലപ്പൂ തലയിൽ ചൂടി കൊടുക്കുന്നു. അതിനുശേഷം ഗിഫ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുക കേട്ടോ. ആ ഒരു സമയത്താണ് പ്രിയാമണി തിരിച്ചറിയുന്നത് തൻ്റെ വെറും ഒരു കിനാവായിരുന്നു. മാഷ് അകത്തേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല. തൻ്റെ തലയിൽ മുല്ലപ്പൂ ചൂടി തരുന്നതൊക്കെ താൻ വെറും സ്വപ്നം കണ്ടതാ. 12:10 മനുഷ്യനിതെവട്ടെ. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മാഷ് അടുത്തിരുന്ന് പുസ്തകം വായിക്കുന്നുണ്ട്. ക്ലോക്കിലേക്ക് നോക്കുന്നു, മാഷിനെ നോക്കുന്നു, ക്ലോക്കിലേക്ക് നോക്കുന്നു, മാഷിനെ നോക്കുന്നു. ഇത്ര സമയമായിട്ടും മിണ്ടുന്നില്ല. ഇത്ര വർഷമായിട്ട് ഒരു പ്രാവശ്യം പോലും മറന്നിട്ടില്ല. ഇത് മനഃപൂർവ്വം. എന്തായാലും പ്രിയാമണിയുടെ മുഖമൊക്കെ മറന്നു കണ്ടിട്ട് മാഷ് നോക്കുന്നുണ്ട്. മഹേഷ് പറഞ്ഞ ശരിയാ, ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും പ്രിയാമണി എന്നെ വിഷ് ചെയ്തിട്ടില്ല. ഞാനാ വിഷ് ചെയ്തതൊക്കെ. എന്തായാലും 12:30 ആയിട്ടോ. പ്രിയാമണിയുടെ കള്ളേങ്കാട്ട് നീലയൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. മാഷേ, സമയം 12:20 അതിനെന്താ? ഇനി 12:20 ആകും, ചിലപ്പോൾ 1 മണിയാകും, 2 മണിയാകും, നേരം വെളുക്കും. ഇപ്പം എന്താ എന്ന് മാഷി ചോദിച്ചപ്പം, മാഷേ പുസ്തകം വായിച്ചിട്ട് എൻ്റെ കഥ എഴുതാൻ പോവാണോ? അതെ, കഥ എഴുതണമെങ്കിൽ ഭാര്യയുടെ ഫീലിങ്സ് അറിയണം. ഭാര്യ അടുക്കളപ്പണിക്കാരിയാണല്ലോ. അതെ, ഭർത്താവിനുമുണ്ട് ഫീലിങ്സ്. അതെനിക്ക് മനസ്സിലായി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാവോ? ഇന്ന് ഫെബ്രുവരി 13. അതിനിപ്പോൾ എന്താ? ഒന്നും അറിയില്ല. ഭാര്യ അറിയണ്ട, മക്കളെ അറിയണ്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയാമണി കോല് തുള്ളി അകത്തേക്കൊരു പോക്ക്. വെഡ്ഡിങ് ആനിവേഴ്സറി കുളമായല്ലോ എന്ന് പ്രഭുമാഷ് ഇങ്ങനെ ഓർക്കുകയാണോ. എന്തായാലും പിറ്റേ ദിവസമായിട്ടും ഈ ചില നിന്നിട്ടില്ല കേട്ടോ. നമ്മുടെ പ്രിയാമണി ചായ ഇടുന്ന സമയത്തും ചില തന്നെയാ. ജീവിതത്തിലെ ഒരേ ഒരു ദിവസം അത് മറന്നാൽ പിന്നെ മാഷാണോ? പ്രിയാമണി ചായ, പ്രിയാമണി ഷർട്ട്, പ്രിയാമണി എൻ്റെ ബാഗ് എവിടെ? ഇനിയിപ്പോൾ ആലോചിച്ച് സ്വന്തമായിട്ട് എടുത്തോണം. എന്തായാലും നമ്മുടെ മാഷ് പുറത്ത് പോയിട്ട് കയറി വന്നതാ. ഇന്ന് പേപ്പർ വന്നില്ലേ? വരാതിരിക്കാൻ വഴിയില്ലല്ലോ. പ്രിയാമണി പേപ്പർ എടുത്തായിരുന്നോ? എടുത്തു. ഞാൻ ഒരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് പേപ്പറും പേന എടുത്തായിരുന്നു.
അതെ, ന്യൂസ് പേപ്പർ എടുത്തായിരുന്നോ എന്നാ ചോദിച്ചത് പുറത്തുനിന്ന്. അയ്യോ, ഷൂള പഠിച്ച് മുകളിലേക്ക് കയറി പോകുന്നു കണ്ടു, ഫ്ലൈറ്റിൽ കയറി പേപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയാമണി തുള്ളല. ഇന്നെന്താ ചായയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ പ്രിയാമണി ദേഷ്യത്തോടെ ചായ കൊണ്ടുവച്ചു. അതെ, തളർവാദമൊന്നും ഇല്ലല്ലോ, 2 സ്റ്റെപ്പ് അങ്ങോട്ട് നടന്നാലേ ചായ കുടിക്കാം. ചായക്ക് നീ പഞ്ചസാര ഇട്ടിട്ടില്ല, എല്ലാ ദിവസവും ഇടുന്ന പോലെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല ഇട്ടിട്ടില്ല എന്ന് മാഷ്. ഞാൻ ഇട്ടിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് പ്രിയാമണി രണ്ടുപേരും കൂടെ ഈറ്റപ്പുലിയെ പോലെ ഇങ്ങനെ ചീറ്റപ്പുലിയെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രാവിലെ നീ എൻ്റെ അടുത്ത് തല്ലുകൂടാൻ വരിക? ആ, മധുരം വേണമെന്ന് വെച്ചാൽ പോയി ഇട്ട് കുടിച്ചോണം. ആഹാ, അങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാട്ടോ. ഇഷിത വന്നപ്പോൾ കാണുന്ന കാഴ്ച രണ്ടുപേരും സ്നേഹത്തോടെ ഇരിക്കേണ്ടതിന് പകരം ഓച്ചപ്പാടും ബഹളവും വെച്ചുകൊണ്ടിരിക്കുന്നതാട്ടോ. രണ്ടുപേരും പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ആഹാ, എന്തു പറ്റി? വെഡിങ് ആനിവേഴ്സറി ആയിട്ട് രണ്ടുപേരും തമ്മിലൊരു പോര്. അതിന് ഞാനല്ലല്ലോ ഇപ്പോഴത്തെ ഗ്രഹനാഥൻ. ആ, ദേ പുതിയ അവതാരം വന്നിരിക്കുന്നു. ആഹാ, അവതാരന്നോ? ദേ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടോ മോളെ. അതെ, വിവാഹ വാർഷികത്തിന് തനിക്ക് എന്നെ ഒന്ന് വിഷ് എന്തായാലും എന്താ കുഴപ്പം? പകരം താൻ പ്രതികാരമല്ലേ? അതെ, മാഷ് എനിക്ക് വിഷ് ചെയ്തോ? ആദ്യം ഭർത്താവല്ലേ വിഷ് ചെയ്യേണ്ടത്? അതെ, ഇത് ഏത് ഭരണഘടന പറഞ്ഞിരിക്കുന്നത്? സ്ത്രീ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ഗുസ്തി പിടിക്കുകയായിരുന്നല്ലോ. സ്ത്രീക്ക് എന്താ ആദ്യം വിഷ് ചെയ്താൽ? അതെ, ഈ വർഷം എനിക്കൊരു മുല്ലപ്പൂവെങ്കിലും വാങ്ങിച്ചു തന്നോ മാഷ്? മാഷ് വാങ്ങിച്ചു തന്നോ? അല്ല, നീ എനിക്കെന്താ തന്നത്? ആദ്യം തരേണ്ടത് മാഷല്ലേ? ദേഷ്യത്തോടു കൂടി മാഷ് പോവാണ് കേട്ടോ. അവിടെ പോയിരിക്കുക. മഹേഷ് പറഞ്ഞത് ശരിയാ, ഭാര്യമാരെ നിർത്തേണ്ട അടുത്ത് നിർത്തണം. ഭാര്യ ആദ്യം വിഷ് ചെയ്താൽ എന്താ കുഴപ്പം? അപ്പോഴേക്ക് ഇഷിത ചോദിച്ചു, മഹേഷ് അങ്ങനെ പറഞ്ഞോ? അല്ല, അങ്ങനെ പറഞ്ഞു, എന്നോട് പരീക്ഷിക്കാനും പറഞ്ഞു. പറഞ്ഞ കാര്യം ശരിയായില്ലേ? ആഹാ, അങ്ങനെ മഹേഷ് പറഞ്ഞെങ്കിൽ ഞാൻ ചോദിച്ചോളാം. അമ്മ മറന്നോ? അച്ഛന് വേണ്ടി അമ്മ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചില്ലേ? ആ, എനിക്ക് വേണ്ടി നീ ഗിഫ്റ്റ് വാങ്ങിച്ചോ? ആ, മാഷിന് ഇപ്രാവശ്യം സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്, ഇതുവരെ ഞാനൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ലല്ലോ. ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനും വാങ്ങിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മാഷ് ഗിഫ്റ്റ് എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ മുല്ലപ്പൂവും ഗിഫ്റ്റൊക്കെ ആയിട്ട് മാഷ് വന്നു. എന്തായാലും അച്ഛൻ അമ്മയ്ക്ക് മുല്ലപ്പൂവും മുടിയിൽ അങ്ങ് ചൂടിക്കൊടുക്കാനായിട്ട് ഇഷിത പറയാണ്. അങ്ങനെ മുല്ലപ്പൂവൊക്കെ ചൂടിക്കൊടുക്കുകയാണ്. ആ വീട്ടിലെ സന്തോഷം തളം കെട്ട് നിൽക്കുകയാണ്. എന്തായാലും സ്വീറ്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം കൊലുസൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ ഇഷിത ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, ഇവരുടെ ഈ സന്തോഷം. അതിനുശേഷം നമ്മുടെ പ്രിയാമണിയും ഗിഫ്റ്റ് എടുക്കാനായിട്ട് പോവാ. ഇവളെന്തിനു പോയതായിരിക്കും? ആ, എപ്പോൾ വരും എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പ്രിയാമണി ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നു. പക്ഷേ പ്രിയാമണിയുടെ ഗിഫ്റ്റ് കുറച്ച് വലിയ ഗിഫ്റ്റായിരുന്നു കേട്ടോ. മാഷിനൊരു മാല മേടിച്ചു കൊടുത്തു. എന്തായാലും ഇതും നമ്മുടെ ഇഷിത വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ സന്തോഷം അല്ല തല്ലുകയാണെന്ന് തന്നെ പറയാം. അടിപൊളിയായിട്ടുണ്ട്. ഇനി എൻ്റെ വക ഗിഫ്റ്റ് 2 പേർക്കും 2 പൂവാണ് ഇട്ട് കൊടുത്തത്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കൊടുത്തു. എന്നിട്ട് ഈ 2 റോസാപ്പൂവാണ് കൊടുത്തത്. ആ റോസാപ്പൂക്കൾ പരസ്പരം കൈമാറി വിഷ് ചെയ്യാനായിട്ട് പറഞ്ഞു. ആ പൂക്കൾക്കിടയിലൂടെ നമ്മുടെ ഇഷിതയുടെ മുഖവും കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. സീ യു അഗെയിൻ. താങ്ക് യു.